എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ദേശീയ ഗീതമാണ്. ദേശീയ ഗീതം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് ഇത് വന്ദേ മാതരം. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഈ വന്ദേ മാതരം രചിച്ച വ്യക്തിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ബംഗാളി ഭാഷയിൽ വന്ദേ മാതരം രചിച്ചിരിക്കുന്നത്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആനന്ദമഠം എന്ന കൃതിയിൽ അതിലെ ഒരു കഥാപാത്രം ദുർഗാസ്തുതിഗീതമായിട്ട് ആലപിക്കപ്പെട്ട ദുർഗാസ്തുതിഗീതം ചോദിച്ചിട്ടുണ്ട്. ആരെ സ്തുതിച്ചാണ് പാടിയിരിക്കുന്നത് വേണേൽ ചോദിക്കാം. ഓർത്തിരിക്കുക, ദുർഗാസ്തുതിഗീതമായിട്ട് ആലപിച്ച ഗാനമാണിത് വന്ദേ മാതരം എന്ന് പറയുന്നത്. ഇനി ആനന്ദമഠം എന്ന നോവലിൻ്റെ വിഷയമേന്ന് ചോദിച്ചാൽ അത് സന്യാസി കലാപമാണ്. അറിഞ്ഞിരിക്കുക, ആനന്ദമഠം എന്ന നോവലിൻ്റെ വിഷയമേന്ന് ചോദിച്ചാൽ അത് സന്യാസി കലാപമാണ്. ഓക്കെയാണോ? ഇനി വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക, അത് ബംഗാളി ഭാഷയിലാണ്. ഓക്കെ, ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരം രചിച്ചിരിക്കുന്നത്. അറിഞ്ഞിരിക്കുക. ഇനി വന്ദേ മാതരത്തിന് സംഗീതം കൊടുത്ത വ്യക്തിയാണ് ജദുനാഥ് ഭട്ടാചാര്യ. സംഗീതം കൊടുത്ത വ്യക്തി ജദുനാഥ് ഭട്ടാചാര്യ. ഏതു രാഗത്തിലാണ് സംഗീതം കൊടുത്തതെന്ന് ചോദിച്ചാൽ ദേശ് രാഗത്തിലാണ് സംഗീതം കൊടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. സാധാരണഗതിയിൽ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയെന്ന് ചോദിച്ചാൽ അത് 65 സെക്കൻഡാണ്. മറന്നുപോയത് 65 സെക്കൻഡാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ അതും കൊൽക്കത്ത സമ്മേളനമാണ്. എന്ന് 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്നത്. ഈ വന്ദേ മാതരം ആ സമ്മേളനത്തിൽ വെച്ച് ആലപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, ഈ 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ അന്ന് അധ്യക്ഷനായിരുന്നു റഹ്മത്തുള്ള സയാനി. ഓർത്തിരിക്കുക, റഹ്മത്തുള്ള സയാനി ആയിരുന്നു അധ്യക്ഷൻ. ആലപിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോറാണ്. നമുക്കറിയാം 1950 ജനുവരി 24 ദേശീയ ഗീതമായ വന്ദേ മാതരം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. ഓക്കെ, 1950 ജനുവരി 24 വന്ദേ മാതരവും ദേശീയ ഗാനമായ ജനഗണമനയും ഔദ്യോഗികമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. ഇനി ദേശീയ ഗീതം തമിഴിലേക്ക് വിവർത്തനം ചെയ്തതാരെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ ഭാരതിയാണ്. നല്ലൊരു പോയിന്റാണ്, പഠിച്ചു വെക്കുക. ദേശീയ ഗാനം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം, ദേശീയ ഗീതം വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അരബിന്ദോ ഘോഷാണ്. അറിഞ്ഞിരിക്കുക, അരബിന്ദോ ഘോഷാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്ന പേരാണ്, ഓർത്തിരിക്കുക, മദർ ഐ ബോറ്റ് ടു ദി. മറന്നുപോരുത്, മദർ ഐ ബോറ്റ് ടു ദി എന്നാണ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1909 കർമ്മയോഗി എന്ന പ്രസിദ്ധീകരണത്തിലാണ്. 1909 കർമ്മയോഗി എന്ന പ്രസിദ്ധീകരണത്തിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഈ ക്ലാസ്സിൽ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ സുഹൃത്തുക്കളും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. താങ്ക് യു.